ദൈവത്തിൻ്റെ പരിശുദ്ധമായ നാമം മഹത്വപ്പെടുമാറാകട്ടെ. ദൈനംദിന അപ്പം എന്ന അനുദിന വചനചിന്തയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് എല്ലാം രക്ഷിക്കപ്പെടണം എന്ന വിഷയത്തെ ആസ്പദമാക്കി ചില കാര്യങ്ങളെ നമുക്ക് ചിന്തിക്കാം. അതിനാധാരമായ ഒരു വാക്യം വായിക്കാം. 1 തീമോഥെയോസ് 2:4 അവൻ സകല മനുഷ്യരും രക്ഷ പ്രാപിപ്പാനും സത്യത്തിന്റെ പരിജ്ഞാനത്തിൽ എത്തുവാനും ഇച്ഛിക്കുന്നു. നിങ്ങളുടെ ജീവിത ലക്ഷ്യം എന്താണ്? എല്ലാ ഉദ്ദേശങ്ങളിലും ഏറ്റവും പ്രധാനപ്പെട്ടത് രക്ഷിക്കപ്പെടുക എന്നതാണ്. പാപമോചനത്തിന്റെ ഉറപ്പ്, ദൈവത്തിന്റെ മക്കളായിരിക്കാനുള്ള പദവി, ദൈവത്തെ അബ്ബാ പിതാവ് എന്ന് വിളിക്കാനുള്ള പുത്രത്തിന്റെ ആത്മാവിനെ സ്വീകരിക്കുക, എല്ലാം രക്ഷയുടെ അനുഭവത്തിന്റെ ഭാഗമാണ്. നിങ്ങളെ വീണ്ടെടുക്കാൻ വേണ്ടി കർത്താവായ യേശു ഭൂമിയിലേക്കിറങ്ങി. യേശു എന്ന പേരിന്റെ അർത്ഥം രക്ഷകൻ എന്നാണ്. നിങ്ങൾ അവന്റെ നാമം യേശു എന്ന് വിളിക്കും, കാരണം അവൻ തന്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് രക്ഷിക്കുമെന്ന് മത്തായി 1:21 പറയപ്പെടുന്നു. അതുകൊണ്ടാണ് യേശു ക്രൂശ് വഹിച്ചത്. അടികളും മുറിവുകളും സ്വയം ഏറ്റെടുത്തു. തലയിൽ മുള്ളുകൊണ്ട് കിരീടമണിഞ്ഞു. ക്രൂശിന്റെ തന്റെ വിലയേറിയ അവസാനത്തുള്ളി രക്തം പോലും ചൊരിഞ്ഞു. നമ്മുടെ രക്ഷയാണ് ക്രൂശിന്റെ ഉദ്ദേശമെന്ന് 1 തീമോഥെയോസ് 2:6 തിരുവെഴുത്ത് പറയുന്നു. കർത്താവായ യേശു തന്നെ നമ്മുടെ പാപങ്ങൾ സ്വന്തം ശരീരത്തിൽ വഹിച്ചു എന്നും നാം പാപങ്ങളിൽ മരിച്ച് നീതിക്ക് വേണ്ടി ജീവിക്കും എന്നും 1 പത്രോസ് 2:24 പറയപ്പെടുന്നു. മറ്റുള്ളവരുടെ സഹായമില്ലാതെ ഒരു മനുഷ്യനും ചെളിക്കുണ്ടിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുകയില്ല. പാപത്തിൽ വസിക്കുന്ന ഒരാൾ ആ ചെളിമണ്ണിൽ കൂടുതൽ ആഴത്തിലെത്തുകയും നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശുക്രിസ്തുവല്ലാതെ അവനെ രക്ഷിക്കാൻ ആരുമില്ല. പാപത്തിന്റെ കുഴിയിൽ ഇതിനകം കുഴിച്ചിട്ടിരിക്കുന്ന ഒരു മനുഷ്യന് അതേ കുഴിയിൽ നിന്ന് മറ്റൊരു മനുഷ്യനെ ഉയർത്താൻ കഴിയുകയില്ല. അങ്ങനെ എല്ലാ മനുഷ്യരും ആടുകളെ പോലെ വഴിതെറ്റി എല്ലാവരും പാപം ചെയ്യുകയും ദൈവത്തിന്റെ മഹത്വത്തിൽ നിന്ന് വീഴുകയും ചെയ്തു. ക്രിസ്തു മാത്രം പാപരഹിതനായ ഒരു പ്രാപ്തനായതിനാൽ പാപത്തിന്റെ ചെളിക്കുണ്ടിൽ നിന്ന് മനുഷ്യനെ വീണ്ടെടുക്കാനും രക്ഷിക്കാനും അവൻ കൃപയോടെ ആഗ്രഹിച്ചു. ഇന്നും രക്ഷിക്കാനായി അവന്റെ കൈകൾ നീട്ടിയിരിക്കുന്നു. തിരുവെഴുത്ത് പറയുന്നു, ഇതാ രക്ഷിക്കാൻ കഴിയാതെ വണ്ണം അവന്റെ കൈ ചുരുങ്ങിയിട്ടും കേൾക്കാൻ കഴിയാതെ വണ്ണം അവന്റെ ചെവി മന്ദമായിട്ടും ഇല്ല എന്ന് യെശയ്യാവ് 59:1 പറയപ്പെടുന്നു. ദൈവഹിതം നിങ്ങൾക്ക് മാത്രമല്ല, നിങ്ങളുടെ കുടുംബത്തിലെ എല്ലാവർക്കും രക്ഷിക്കപ്പെടേണ്ടതിനുള്ളതാണ്. ഒരു വീട്ടിലെ ഒരാൾ രക്ഷിക്കപ്പെടുകയും അവനിൽ വിശ്വാസം അർപ്പിക്കുകയും ചെയ്യുമ്പോൾ കർത്താവ് മുഴുവൻ കുടുംബത്തെയും രക്ഷിക്കുമെന്ന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക, നീയും നിന്റെ കുടുംബവും രക്ഷിക്കപ്പെടും. കർത്താവിന്റെ വരവിൽ നാം വെറും കൈയോടെ പോകരുത്, മറിച്ചൊരു കുടുംബം എന്ന നിലയിലും ആയിരക്കണക്കിന് ആത്മാക്കളുമായി നാം രക്ഷയുടെ കർത്താവിനെ അഭിമുഖീകരിക്കണം. അതിനായി ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കുമാറാകട്ടെ. കൂടുതൽ ധ്യാനത്തിനുള്ള വാക്യം എബ്രായർ 2:4 ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും? ഇന്നത്തെ ബൈബിൾ വായന രാവിലെ ആമോസ് 1, 2, 3 അധ്യായങ്ങൾ, വൈകുന്നേരം വെളിപ്പാട് 6 അധ്യായം. ആമേൻ.